ഈ പ്രശസ്തി, വിജയം എന്നൊക്കെ പറയുന്നത് അതൊന്നും സ്ഥിരമല്ല. അതാണ് ഭരത് ഭൂഷന്റെ ജീവിതം അത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് കിട്ടുന്ന കയ്യടികൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന വിജയങ്ങളിൽ ഒരുപാട് അഹങ്കരിക്കാതെ, വീഴ്ചകളിൽ തളരാതെ വിനയത്തോടെ നിൽക്കണം. അതാണ് പ്രധാനം. ശരിയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ അതും വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? അദ്ദേഹത്തിന്റെ കഴിവുകേടുകൊണ്ടല്ലല്ലോ ഈ വീഴ്ചയുണ്ടായത്. ചില തീരുമാനങ്ങൾ പിഴച്ചുപോയി. അതെ, ആ സിനിമാ നിർമ്മാണത്തിലെ തീരുമാനം അത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി ബാധിച്ചു, ചിലപ്പോൾ കരിയറിനെയും. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സമയം, അവസരങ്ങൾ അതൊക്കെ എത്ര ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നാണ്. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മതിമറന്നാഘോഷിക്കാതെ കുറച്ചുകൂടി മുന്നോട്ട് നോക്കാനുള്ളൊരു കാഴ്ചപ്പാട് വേണം, ദീർഘവീക്ഷണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, സാമ്പത്തിക അച്ചടക്കം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രശസ്തി പോലെ തന്നെ പണവും എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഭരത് ഭൂഷന്റെ അനുഭവം അത് അടിവരയിടുന്നുണ്ട്. പണമുണ്ടാക്കാൻ മാത്രമല്ല, അത് സൂക്ഷിച്ചുപയോഗിക്കാനും പ്ലാൻ ചെയ്യാനും പഠിക്കണം. ഇല്ലെങ്കിൽ ഒരു കാലത്തെ ആ പ്രതാപം വെറും ഓർമ്മ മാത്രമായി പോവും. ശരിയാണ്. അവസാനമായിട്ട് ആ ഒരു സഹാനുഭൂതി, വിനയം, ബസ് സ്റ്റോപ്പിൽ ആ പഴയ താരത്തെ കണ്ടപ്പോൾ ബച്ചനുണ്ടായ ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു തിരിച്ചറിവ്, അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒന്നാണ്. ഒരു കാലത്ത് തിളങ്ങി നിന്ന ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴുള്ള ഒരു വിഷമം, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പോഴത്തെ നിലയിൽ അഹങ്കരിക്കാതെ എല്ലാവരോടും കുറച്ചുകൂടി കരുണയോടെ, വിനയത്തോടെ പെരുമാറണം. ഓരോരുത്തരുടെയും ജീവിതത്തിന് അതിൻ്റേതായ ഭാരങ്ങളുണ്ട്.